ക്ഷേത്രത്തിന്റെ ഭൂമിയിലേക്ക് പരിശോധന എത്തുന്നു എന്നുള്ളത് നേരത്തെ ബൈജു സൂചിപ്പിച്ച അത് തന്നെയാണ് പ്രധാനം. ഈ കേസിന്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ള സംശയമില്ല. ആ ക്ഷേത്രത്തിലെ പരിശോധനയിൽ എത്രത്തോളം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ബൈജു, ആദ്യം സൂചിപ്പിച്ച കാര്യത്തിലേക്ക് മടങ്ങിപ്പോയാൽ ഈ ദൃക്സാക്ഷിയായിട്ടുള്ള ആളുടെ വെളിപ്പെടുത്തലുണ്ടല്ലോ, അത് ഓൾറെഡി മാർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു പോയിന്റ് സംബന്ധിച്ചാണോ, അതല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ലാത്ത മറ്റൊരു പോയിന്റിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്? ഇത് ഏത് കാലഘട്ടത്തിലെയാണ് ഇവർ പറയുന്ന കാര്യം? എൽദോ, അത് മാർക്ക് ചെയ്ത ഒരു സ്ഥലമല്ല, ഇതുവരെ അടയാളപ്പെടുത്താത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലം വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശ്മശാനത്തിനടുത്താണ് ഈ സ്ഥലമുള്ളത്. അതായത് അവിടെ ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി ഒരു മൃതദേഹം മറവ് ചെയ്തതിന് ശേഷം ഈ വീട്ടിലെത്തി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുകയും അതോടൊപ്പം തൂമ്പ കഴുകുകയും ചെയ്തെന്നാണ് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുള്ളത്. ആ സാക്ഷി SITക്ക് മുൻപാകെ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോളയാർ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഒരു പക്ഷേ ഇന്നലെ പരിശോധന നടന്ന ആ സ്ഥലം ബോളിയാറാണ്. അത് മാത്രമല്ല, ആ സ്ഥലത്താണ് ന്യൂസ് 18 സംഘം ഇതിന് ഏറ്റവും തുടക്കത്തിൽ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകാം, ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് ന്യൂസ് 18 വെളിപ്പെടുത്തിയ സ്ഥലം. അതായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയ സ്ഥലം. ആ മേഖലയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം അവിടെ ഇനി പരിശോധന നടക്കേണ്ടതുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അടയാളം പെടുത്തിയിട്ടില്ല, മാർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ 1 മുതൽ 13 വരെ പോയിന്റിൽ മാത്രമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ പരിശോധന, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പരിശോധന നടക്കുന്ന സ്ഥലവും ഏതെങ്കിലും തരത്തിൽ മാർക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും തരത്തിൽ വിവരം അറിയുന്നതോ ഒന്നുമായിരുന്നില്ല. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ ഭാഗത്തേക്ക് SIT സംഘം നീങ്ങുകയായിരുന്നു. നമ്മളും ഇന്ന് ഈ വനമേഖലയോട് ചേർന്ന സ്ഥലത്ത് പരിശോധന നടക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. അത്തരത്തിലായിരുന്നു. നമ്മൾ ആ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ, ഈ വാഹന വ്യൂഹത്തിനപ്പുറം നീങ്ങിയപ്പോഴാണ് ഇത് ഈ ക്ഷേത്ര നഗരിയിലേക്ക് പ്രവേശിക്കുന്നതും ഈ ഒരു സ്ഥലത്ത് വരുന്നതും വളരെ വളരെ അപ്രതീക്ഷിതമായിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ആദ്യമായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്ന സാക്ഷി ഈ സ്പോട്ടിലുണ്ടാകുന്ന ആ ഒരു ദൃശ്യം ലഭിക്കുന്നതും. കൂടുതൽ പോലീസ് സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ നമുക്കറിയാം, വലിയ തോതിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. അതും ഈ ഭാഗത്ത് ഈ ക്ഷേത്രത്തുമായി അനുകൂലിക്കുന്ന ആളുകളായിരുന്നു ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത്. 6ഓളം പേരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിൽ D ഗ്യാങ് എന്ന് പറയുന്ന ഒരു സംഘം ഇവിടെ ഇത്തരത്തിൽ വലിയ തോതിൽ ഉണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്തുന്ന നമ്മളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. എന്തായാലും മലയാളത്തിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള ഏക ചാനലാണ് ന്യൂസ് 18 ഈ തത്സമയ ദൃശ്യം കാണിക്കുന്നത്. ഇവിടെ അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ പരിശോധനയിൽ ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കും. കാരണം നമുക്ക് ഇവിടെ നിന്നും തൊട്ടടുത്ത്, വളരെ അടുത്ത് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ പരിശോധന നടക്കുന്നത്. നമ്മൾ തൊട്ടടുത്തുണ്ട്. ഒരു ചെറിയ മറച്ചു വെച്ചത് മാത്രമേ നമുക്ക് അകത്ത് JCB ഒക്കെ ആ തെരച്ചിൽ നടത്തുന്നത് കാണാം. ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരത്തിൽ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പോലീസ് SIT അതിൻ്റെ കൃത്യമായ തെളിവുകളില്ലാതെ, നേരത്തെ തെളിവുകൾ ലഭിക്കാതെ ഇങ്ങനൊരു പരിശോധന നടത്തില്ല എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലത്ത് ഇവർ പ്രവേശിക്കില്ല. കാരണം ഇത് കോടതി ഉത്തരവോടുകൂടിയാണ് ഈ പരിശോധന നടക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് തടയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം SITയെ സംബന്ധിച്ചിടത്തോളം വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇവിടുന്ന് ഇത്തരത്തിൽ മൃതദേഹാവശം ലഭിച്ചാൽ പോലും അത് രഹസ്യമായി തന്നെ അത് വെക്കുന്ന ഒരു പതിവാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് അങ്ങേയറ്റം സെൻസിറ്റീവ് ആയുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ അത്തരം കാര്യമുള്ളതുകൊണ്ടായിരിക്കാം SIT ഇതിന് വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള പരിശോധന നടത്തുന്നത്. എന്നാലും നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കും. ഔദ്യോഗികമായ സ്ഥിരീകരണം അത് SIT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, അതല്ലെങ്കിൽ DGP തലത്തിലോ മുഖ്യമന്ത്രി തലത്തിലോ അതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വരണം. ഇപ്പോൾ എന്തൊക്കെ വസ്തുക്കൾ കിട്ടി, അതൊന്നും SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചതല്ല. അത് കൃത്യമായി ഈ SIT ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായ DGP ആണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം തരുന്നത്. ഒരു പക്ഷേ ഇതെല്ലാം ഈ പരിശോധനയൊക്കെ പൂർത്തിയായതിനു ശേഷമായിരിക്കും അത്തരം സ്ഥിരീകരണങ്ങളൊക്കെ നൽകുക. നിലവിൽ പരിശോധന മുന്നോട്ട് പോകുന്നു. ശുചീകരണ തൊഴിലാളിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത് ഈ പ്രദേശത്തിന് സമീപമെല്ലാം തന്നെ വലിയ തോതിൽ ഭീഷണി ഉണ്ട്. നമുക്കുൾപ്പെടെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ വലിയ ഭീഷണിയുണ്ട്. ആരെയാണ് ഇത് പ്രകോപിപ്പിക്കുന്നത്? ആ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഘത്തിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിൽ കൊലപാതകം നടത്തിയ ആളുകൾ വരെയുണ്ടെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഫോൺ കോൾ
ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ ഇവിടെ മർദ്ദിച്ച് ഇത്തരത്തിലുള്ള മർദ്ദനമേൽക്കേണ്ടി വന്ന മലയാളികളുണ്ട്. ആ മർദ്ദിച്ച സംഘത്തിലെ ആളുകൾ ആ വീഡിയോ ദൃശ്യത്തിലുണ്ട് എന്ന വെളിപ്പെടുത്തലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പദവി SITക്ക് ലഭിച്ചിരിക്കുന്നു. അത് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ്. അത്രത്തോളം അധികാരം അവർക്ക് ലഭിച്ചിരിക്കുന്നു. സ്വന്തമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും മറ്റ് നടപടികളിലേക്ക് കടക്കാൻ പറ്റും. കോടതിയിൽ ഉൾപ്പെടെ അത് SITക്ക് ഗുണം ചെയ്യും. എന്തായാലും ഇപ്പോൾ ഈ പരിശോധന ഇത് അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഒരു വിവരങ്ങൾ ലഭിക്കും. വളരെ നിർണായകമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. പോലീസ് വാഹനങ്ങൾ നിരവധിയുണ്ട്, ആയുധധാരികളായ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നേരത്തെ മാർക്ക് ചെയ്ത് അവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തുന്ന ഒരു പതിവാണെങ്കിൽ ഇവിടെ സർപ്രൈസ് സ്പോട്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു സ്പോട്ടിൽ ഒരു പരിശോധന നേരത്തെ ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള SITയുടെ ഒരു നീക്കമെന്ന് ഇതിനെ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. വലിയ സമയം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം 6 അടി മാത്രം താഴ്ചയിലാണ് ഇങ്ങനൊരു മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടതെന്ന മൊഴി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ JCB കൂടി ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അങ്ങനെ ഒരു മൃതദേഹാവശിഷ്ടം ഉണ്ടെങ്കിൽ അത് ലഭിക്കും. ഇവിടെ നിന്നും ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുകയാണെങ്കിൽ എൽദോ അത് ഈ കേസിൻ്റെ ഗതി തന്നെ മാറും. ഒരു പക്ഷേ അത് വലിയ തോതിൽ സങ്കീർണതകളിലേക്കൊക്കെ പോകും. ഈ അന്വേഷണത്തിൻ്റെ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ നിന്നും ഏറ്റവും മാറിയുള്ള ഒരു കാര്യമായി അത് മാറും. എന്നാലും വളരെ നിർണായകമായ ആ ഒരു പരിശോധനയാണ് നടക്കുന്നത്. അത് പൂർണ്ണമായും ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ഉള്ള ഒരു പരിശോധന നടക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളൊക്കെ കാണാം. ഈ SITയുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം വാഹനങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ RDO ഉൾപ്പെടെ ഉണ്ട്. കാരണം ഈ മൃതദേഹം കുഴിച്ചെടുക്കണമെങ്കിൽ നിയമപരമായി RDOയുടെ സാന്നിധ്യം കൂടി വേണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മലയാളിയായ ഒരു ഉദ്യോഗസ്ഥയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ SITയുടെ രേഖകൾ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് SITയുടെ രേഖകളാണ്. ഇതുവരെയുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഓരോ പരിശോധനയും രേഖകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എൽദോ കാണുന്നത്. അത്തരം വസ്തുക്കൾ വരെ ഇപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടുതലായും ഇത്തരം ദൃശ്യങ്ങളൊന്നും തന്നെ ഈ 11 ദിവസത്തിനിടയിൽ നമുക്ക് ആദ്യമായാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കാണാം, ഒരുപാട് രേഖകൾ ഇതിൽ കാണുന്നുണ്ട്. ഒരു പക്ഷേ വലിയ വലിയ തെളിവുകൾ SITക്ക് ലഭിച്ചു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. എന്തായാലും ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയാണ് നമ്മുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത്. നേരത്തെ ആ ശുചീകരണ തൊഴിലാളിയുടെ ദൃശ്യം ഉൾപ്പെടെ ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറ പകർത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ന്യൂസ് 8ൻ്റെ കന്നഡ ക്യാമറാമാനാണ്. കാരണം അദ്ദേഹം ഒരുപാട് ദൃശ്യങ്ങൾ ന്യൂസ് 8ൽ നമുക്ക് ലഭിച്ചത് കന്നഡ നമ്മളെ സഹോദര സ്ഥാപനമായ ന്യൂസ് 18 കന്നഡയുടെ ദൃശ്യങ്ങളാണ്. അത്രത്തോളം കൃത്യമായ വളരെ ഡേഞ്ചറസ് ആണ് അവിടുത്തെ റിപ്പോർട്ടിംഗ് പോലും, മാധ്യമ പ്രവർത്തനം പോലും. ഒരുപാട് ഭീഷണി നേരിടുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതൊക്കെ അതിജീവിച്ചാണ് ബൈജുവും അഖിലോട്ടുപാറയൊക്കെ അവിടെ നിൽക്കുന്നത് എന്നുള്ളത് സംശയമില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ പോലീസിന് അവിടെ പോലീസ് സ്റ്റേഷന് പദവി നൽകുകയാണല്ലോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. ആ ഒരു സാഹചര്യം എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്? അതായത് ഏതൊക്കെ തരത്തിലാണ് ഈ കേസ് അന്വേഷണത്തെ ബലപ്പെടുത്തുക? എൽദോ അത് വളരെ പ്രധാനമാണ്. SITയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അധികാരം പദവി ലഭിക്കുന്നു എന്നത് അത് വലിയ ഈ അന്വേഷണത്തിന് ഗുണം ചെയ്യും. കാരണം വിചാരണ വേളയിലൊക്കെ SITക്ക് ആ രീതിയിലൊരു നീക്കങ്ങൾ നടത്താൻ സാധിക്കും. ഇത്തരം SITക്ക് വരുന്ന പരാതികൾ അത് ഈ സാധാ പോലീസ് സ്റ്റേഷനുകളിൽ, അതായത് ധർമ്മസ്ഥലം ഉൾപ്പെടെയുള്ള സാധാ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിനുശേഷം അത് SITക്ക് നേരിട്ട് അത് പരിശോധിക്കാം, സാക്ഷി മൊഴികൾ എടുക്കാം. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനി SITക്ക് ഈ ഒരു പദവിയോടുകൂടി സർക്കാർ ആ പദവി നൽകിയതോടുകൂടി ഇനി നീക്കങ്ങൾ നടത്താം. ഒരുപക്ഷെ ഈ കേസിന്റെ ഗൗരവം ഇതിന്റെ അന്വേഷണ ഘട്ടത്തിൽ തുടർഘട്ടത്തിൽ മനസ്സിലായതുകൊണ്ടാകാം ഇന്നലെ അങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം നടന്നത്. ആ ഒരു ഇതിലൂടെ ഈ SITയെ സംബന്ധിച്ചിടത്തോളം ഇനി കോടതിയിൽ ഉൾപ്പെടെയുള്ള നിയമ തടസ്സങ്ങൾ, പല സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടാകും. അതെല്ലാം നീങ്ങിയിരിക്കുന്നു. അവർക്ക് സ്വന്തമായി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാം. സാക്ഷികളെ ഉൾപ്പെടെ ഇവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. അതാണ് SIT ഇപ്പോൾ ശ്രമിക്കുന്നതും. എന്തായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നുള്ള പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും. അത് കൃത്യമായ വിവരങ്ങൾ മാത്രമേ ന്യൂസ് 18 പ്രേക്ഷകർക്കൊപ്പം പങ്കുവെക്കുകയും ചെയ്യും. ശരി ബൈജു, തുടരുക. അവിടെ തന്നെ എന്താണെങ്കിലും അവിടെ നിന്ന് നിർണായക വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. അവിടെ ക്ഷേത്ര പരിസരത്തും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ആ ക്ഷേത്ര പരിസരത്തെ പരിശോധന അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് അല്ല തീരെ.
പക്ഷേ അതിലേക്ക് കടന്നിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ളത് തന്നെ വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്നു. ഈ ദുരൂഹത അഴിക്കാൻ കഴിയുമെന്നുള്ള നേരിയ തോതിലെങ്കിലും പ്രതീക്ഷ നൽകുന്നു. എന്നാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നുണ്ട്, ഉന്നത സംഘം അവിടെ ഉണ്ട്, വലിയ സുരക്ഷയിൽ അവിടെ പരിശോധന തുടരും. നമുക്ക് കാണാം ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തി ലോകത്ത് തന്നെ ഞെട്ടിച്ചു കളഞ്ഞ ശുചീകരണ തൊഴിലാളി അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും കാണിച്ച് നൽകുന്നതും.